ഞാൻ ഈ പാട്ട് അന്ന് IAS-കാര് 3 പേര് പാടിയെന്ന് പറഞ്ഞില്ലേ, അത് അന്ന് ഞാൻ ഏഷ്യാനെറ്റിൽ പാടിയ പാട്ടിതാണ്. ഇത് വളരെ പ്രസിദ്ധമായ ഒരു ഗാനത്തിന്റെ ഇത് ഞാൻ ഓരോ പാട്ടിലും ഞാൻ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരിക്കലും അതിന് ചീപ്പായിട്ട് ഞാൻ കരുതുന്നില്ല. ഓരോ പാട്ട് ശ്രദ്ധിച്ചാൽ അതിലൊരു മെസ്സേജ് ഉണ്ടാവും. ഈ പാട്ട് മെഹറുബാ മെഹറുബാ പുതുക്കപ്പെണ്ണേ മെഹറുബാ 10 കട്ട പൊന്നു നിന്റെ മുത്തേ മെഹറുബാ നിന്റെ പകിട്ടില് കണ്ണു വയ്ക്കണ പുതുമണവാളൻ ഹേ റസിയാ ഹേ റസിയാ ഹേ റസിയാ. ഇവിടെ മകൻ അച്ഛനോട് സംസാരിക്കുന്നത് വളരെ മോശമായിട്ടാണ്. ഒരിക്കലും ഒരു മകൻ അച്ഛനോട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. വളർത്തി വലുതാക്കിയ മകൻ അവൻ അല്പം തിരിച്ചറിവൊക്കെ വന്നപ്പോ അവൻ ചോദിക്കുന്നു അച്ഛനോട്, ഷേറുതാ ഷേറുതാ പിശുക്കൻ തന്റെ ഷേറുതാ എത്ര വട്ടം ചോദിച്ചു ഞാൻ അപ്പാ ഷേറുതാ എല്ലാം തനിച്ചു വെച്ചനുഭവിക്കാതെ എനിക്കു പകുത്തു താ ഹേ ചതിയാ ഹേ ചതിയാ ഹേ ചതിയാ. ഷേറുതാ ഷേറുതാ വയസ്സൻ തന്റെ ഷേറുതാ എത്ര വട്ടം ചോദിച്ചു ഞാൻ അപ്പാ ഷേറുതാ എല്ലാം അടക്കി വെച്ചനുഭവിക്കാതെ എനിക്കു പകുത്തുതാ. അച്ഛൻ എന്താ പറയുന്നറിയാമോ? അച്ഛൻ വിടുന്നില്ല. അച്ഛൻ പറയുന്നു, പേടിപ്പിക്കല്ലേ പുന്നാര മോനെ, വഞ്ചനവാസനയുള്ളൊരു മോനെ, കാലണ പോലും നിനക്കു തരില്ലടാ ശീമോനെ. അച്ഛൻ പറയാണ്, നിന്നെ പടച്ചു വിട്ടൊരു നേരത്തു 10 തൈ കുഴിച്ചു വെച്ചെങ്കിൽ ഇതിനിരട്ടി ആദായം എനിക്കുണ്ടാകുമായിരുന്നു പൊന്മോനെ. ഓ ഹേ ചതിയാ ഹേ ചതിയാ. ഷേറുതാ ഷേറുതാ വയസ്സൻ തന്റെ ഷേറുതാ എത്ര വട്ടം ചോദിച്ചു ഞാൻ അപ്പാ ഷേറുതാ എല്ലാം അടക്കി വച്ചനുഭവിക്കാതെ എനിക്കു പകുത്തുതാ. അപ്പോ മകന്റെ മറുപടി എന്താണെന്നറിയാമോ? ഭാഗപത്തരം കിട്ടിയ സ്വത്ത്, അച്ഛന്റെ അപ്പൻ സമ്പാദിച്ച സ്വത്ത്, എല്ലാം ഈ നമ്മുടെ കുടുംബ സ്വത്ത്, ഇത് തറവാട്ട് സ്വത്ത്, അതിലെനിക്കുമുണ്ടൊരു വിഹിതം, അപ്പനതറിഞ്ഞുകൂടായോ? അതിന് കണക്കു ചോദിച്ചാൽ കുഴിത്തുരുമ്പന്റെ വെടക്കു വർത്താനം. ഓ ഹേ ചതിയാ ഹേ ചതിയാ. ഷേറുതാ ഷേറുതാ പിശുക്കൻ തന്റെ ഷേറുതാ എത്ര വട്ടം ചോദിച്ചു ഞാൻ അപ്പാ ഷേറുതാ എല്ലാം അടക്കി വച്ചനുഭവിക്കാതെ എനിക്കു പകുത്തു താ. താങ്ക് യു.